ഹായ് ഗൈസ്. അപ്പോൾ അതാ ഇന്ന് പാൽവാഴക്ക ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ പാൽവാഴക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാബുനരി കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു പഴമാണ് ചെറുതാക്കി അരിഞ്ഞത്, അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉപ്പ്, ഏലക്കായ പൊടിച്ചത്, പാൽപ്പൊടി കലക്കിയത് 1 ഗ്ലാസ്, 1/2 ഗ്ലാസ്, പിന്നെ മിൽമേൻ്റെ നെയ്യ്, പഞ്ചസാര, ഒരു 3 ഗ്ലാസ് വെള്ളം അതൊരു 3 ഗ്ലാസ്. ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കി വെക്കാം. എനിക്കിന്ന് വൈകിട്ട് കഴിക്കാനുള്ളത് കേട്ടോ. ഞാൻ രാവിലെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ തീയെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്, കാരണം വേഗം തിളക്കാൻ വേണ്ടിയിട്ട്. ഇത് തിളച്ചിട്ട് വെള്ളത്തിൽ ഇത് തിളച്ചിട്ട് നമുക്ക് ഏലക്കായ ഇപ്പം തന്നെ ഇടാം. തിളച്ചിട്ട് സാബുനരി അതിൻ്റെയൊക്കെ ഇടാം. എന്നിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ കൂടെ പഴം ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഏലക്കായ ഇപ്പം തന്നെ ഇടുന്നുണ്ട് കേട്ടോ, പൊടിച്ചത്. ഞാൻ സ്റ്റാറ്റസ് വെച്ചിരുന്നു, ഇത് നോമ്പ് ഫസ്റ്റിനെങ്ങാനോ ഉണ്ടാക്കിയത്. അപ്പം ഞങ്ങൾ പണ്ടേ എൻ്റെ അമ്മ ഉണ്ടാക്കി പഠിപ്പിച്ച് തന്നതാണിത്. അപ്പോൾ അന്നേ ഇത് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ടൈം കിട്ടുകയാണെങ്കിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പം ഇന്ന് വൈകിട്ട് വന്നിട്ട്, ഇന്നലെ ഞാൻ തരി കാശിയത് നല്ല ഉഷാറായിട്ട് കുടിച്ചു. വൈകിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് വന്നിട്ട് ഇത് കഴിക്കണം. പിന്നെ ഇതവിടെ കണ്ടില്ലേ ഒരു വാഴക്കൊല ഇരിക്കണേ, ആ വാഴക്കൊല വെച്ചിട്ടൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കണം. അത് ഇന്നോ അല്ലെങ്കിൽ അത് പഴുത്തിട്ടുണ്ട്, നല്ലപോലെ പഴുത്തിട്ടുണ്ട്. ചിലപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ നാളെ മറ്റന്നാളായിട്ട് അത് ഉണ്ടാക്കും. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്, നേരത്തെ ഇട്ടോന്നറിയില്ല, എന്നാലും കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സംസാരത്തിൻ്റെ ഇടയിൽ ശ്രദ്ധ പോകുന്നു ഗൈസ്. അപ്പോൾ ഇത് തിളച്ചാൽ നമുക്ക് അതിലേക്ക് സാബുനരി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. പെട്ടെന്നാവും കേട്ടോ, വലിയ ഇതൊന്നുമില്ല, താമസമൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊക്കെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോമ്പ് തുറക്കുന്നതായിരിക്കും അല്ലേ. നമുക്ക് പിന്നെ അതിനൊന്നും ടൈമില്ല. പിന്നെ ഇപ്പം അത്യാവശ്യം കഴിക്കാൻ അത്ര താല്പര്യവും ഇല്ല. ഇപ്പോൾ ആദ്യം നോമ്പ് തുറന്നിട്ട് എന്താ പറയുക, നോമ്പ് നോറ്റിട്ട് ക്ഷീണമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഉഷാറായിട്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. വൈകിട്ട് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഉണ്ടാക്കാനുള്ള മടി, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യട്ടോ. അവിടെ ഒരു കമ്പനി ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തി കമ്പനി ഉണ്ട്, അവിടെ എല്ലാമൊക്കെ ആണെങ്കിലും കിട്ടും. അപ്പം ഞാനിവിടെ അവിടെയൊക്കെ കയറി വരുമ്പോഴത്തേനും ഇവിടെ എത്തുമ്പോഴത്തേനും മഗ്‌രിബ് ഖലാവും. അപ്പം ഞാൻ വേഗം അതൊന്നും വാങ്ങിക്കാണ്ട് എൻ്റെ ഷോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്രഷ് ഡേന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വേഗം വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഫ്രീ ടൈമിൽ വാങ്ങി വയ്ക്കും. എന്നിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് പോരും. അപ്പോൾ ഞാൻ വേറെ ഒന്നും വാങ്ങാൻ വൈകിട്ട് നിൽക്കാറില്ല. പിന്നെ ലീവിലുള്ള ടൈമിലാണ് എല്ലാം വാങ്ങി വയ്ക്കാറ്. നമ്മളെ വെള്ളം അതാ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് വേഗം അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും, ഒട്ടിപ്പിടിക്കും, അങ്ങനെ സീനാവും. ഇതാണ് നമ്മളെ സാബുനരി. പാൽവാഴക്ക ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാട്ടോ, നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണത് എനിക്കറിയില്ല. അത് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് റെഡി ആയിട്ടുണ്ട്. ചിലപ്പോൾ ഒക്കെ റെഡി ആയിട്ടില്ല കേട്ടോ. എന്താണെന്നറിയോ, ആദ്യമൊക്കെ അറിയാണ്ട് ഓർമ്മയില്ലാണ്ട് ഇത് നന്നാക്കി കഴുകുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് കഴുകേണ്ട ആവശ്യമില്ല, കാരണം ഇത് വറുത്ത പൊടി ഒരു ചെറിയ കട്ടായിട്ട് വീണ്ടും മെഷീനിൽ നമുക്ക് റെഡിയാക്കി തരുന്നു. നമ്മൾ പിന്നെ ഇത് കഴുകി ഇതാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് വാങ്ങുമ്പോൾ തന്നെ അപ്പം തന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് എടുത്ത് വെച്ചാൽ
കേടാവാതെ നിൽക്കും. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഞാനിത് കുറേ വേവാനൊന്നും നിൽക്കില്ല, കാരണം എനിക്ക് ടൈമില്ല. അപ്പം ഞാനിത് എന്താക്കും, അടച്ച് വെച്ചാൽ അവിടെ കിടന്ന് വേവും. ഞാനിതിലേക്ക് ഇനി പഴമാണ് ഇട്ട് കൊടുക്കണേ. പഴം അരിഞ്ഞ് വെച്ച പഴം വേണ്ടിയില്ല. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. നല്ല പഴുത്ത പഴം വേണമെന്നില്ല കേട്ടോ, ഒഴിഞ്ഞു പോകും. കുറച്ചൊരു ഏകദേശം പഴുപ്പുള്ള, ഈ കറ കുത്താത്ത പഴുപ്പുള്ള പഴം എടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട്, ചിലർ റൗണ്ടിൽ കട്ട് ചെയ്യും കേട്ടോ, വട്ടത്തിൽ അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇടും. ആദ്യമൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിതിങ്ങനെ ചെറുതാക്കി കട്ടാക്കിയത് കേട്ടോ. ഒന്ന് പോയി. അപ്പോൾ ഇതാ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പഴം അതിൻ്റെ അകത്ത് കിടന്നിട്ട് വേവും. കൈയൊന്ന് കഴിയാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ, വളരെ സിമ്പിൾ കാര്യമാണ്. കുറഞ്ഞ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നന്നാക്കി ഉണ്ടാക്കിക്കോളൂ. അപ്പം ഞാൻ ഇതാ ഒരു തവി പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ തരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര എടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ഇത് പരിപാടി കഴിഞ്ഞ് മൂടി വയ്ക്കുമ്പോൾ ഇത് നല്ല കൊഴുത്ത് റെഡിയായി വരും. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറേൻ്റെ എൻ്റെ ഫുഡ് ഇതാണ്. ഇത് പിന്നെ തരി കാശുന്നില്ല, അത് മടുത്തു. അത് ഇന്നലെ കുടിച്ച് മടുത്ത്. ഇനിയിപ്പോൾ ഇന്ന് ഇത്. പിന്നെ പത്തിരി ഉണ്ടാക്കും, പിന്നെ എന്തെങ്കിലും കറിയും ഉണ്ടാക്കും. ഈ കറി നമ്മൾ ബീഫ് കഴിഞ്ഞിട്ടോ, അങ്ങനെ ബീഫ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് കറി വെക്കാനുള്ളത് വാങ്ങിയിട്ട് വന്നിട്ട് കറി ഉണ്ടാക്കി വെക്കണം. ശരിക്കും പറഞ്ഞാൽ ചിക്കനും ബീഫൊക്കെ മടുത്ത് ഉള്ളത് പറയാമല്ലോ. അപ്പം മീൻ വാങ്ങുക വിചാരിക്കുന്നത്, നല്ല മീൻ കിട്ടുകയാണെങ്കിൽ. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കറി ഉണ്ടാക്കിയിട്ട് ആ കറി മീൻ നല്ലതല്ലെങ്കിൽ ആ കറി മോശമാവും. അങ്ങനെയുണ്ട്. പിന്നെ അത് കൂട്ടാനും തോന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ചിലപ്പം ബ്രെഡ് വാങ്ങിയിട്ട് ബ്രെഡ് പൊരിക്കാം. വൈകിട്ട് കുറച്ച് ബ്രെഡ് പൊരിക്കും. എന്നിട്ട് ഇതും ആവുമ്പോൾ പിന്നെ പത്തിരിയൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോഴത്തേനൊക്കെ വിശപ്പ് ഒരു വിധമാവും. പിന്നെ ആകെ 2 മണിക്കൂർ ഉറങ്ങും. അതിൻ്റെ ഉള്ളിൽ ഈ ഫുഡ് കഴിച്ച് തീർക്കണം. അപ്പം അധികമൊന്നും തട്ടൂല. പിന്നെ പൊലച്ചക്കയുള്ള ചോറും കറി അതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് അധികം ഫുഡ് കഴിക്കാത്തതാണ് നല്ലത്. ലീവ് കിട്ടുന്ന ടൈമിൽ നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. ഇനി ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുന്ന ഇടുന്നുണ്ട്, ചിക്കൻ കറി വയ്ക്കുന്ന ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ കൊഞ്ച് ചെമ്മീൻ ബിരിയാണി വയ്ക്കുന്ന ഇടുന്നുണ്ട്. അപ്പോൾ ചാനൽ കാണുന്നവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിൽ, വലിയ ഷെഫൊന്നും ആവാണ്ട് നാടൻ രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്നത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ഫോണിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം ലൈലാലുലു ഫാഷൻ വേൾഡിൻ്റെ വീഡിയോസ് എത്തിയിട്ടുണ്ട്, കണ്ടിട്ട് എനിക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം.
നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ കാണാമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഞാൻ ഇതും കുറേ കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ തോന്നുന്നു ചെയ്യണ്ട, ചിലപ്പോൾ ചെയ്യണം എന്ന്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഇതാ ഒരു പകുതി വേവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. സോപ്പരി ഇതിലേക്ക് ഞാൻ പാൽപ്പൊടി അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി കലക്കിയത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇനി ഇങ്ങനെ അടച്ച് വെക്കുള്ളൂ കേട്ടോ. അധികം വേവിക്കാൻ ടൈമില്ല. അപ്പം ഞാനിതിങ്ങനെ അടച്ച് വെക്കും. നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഇത് അതിൻ്റെ ആ കളറില്ലേ, സബുനരീൻ്റെ ആ കളർ മാറിയിട്ട് നല്ല ഗ്ലാസ് ടൈപ്പ് കളർ വരും. അപ്പോൾ ആ കളർ വരെ നിങ്ങളിങ്ങനെ ഇളക്കി വേവിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് അടിപൊളി പാൽവാഴക്ക തിന്നാം. ഞാൻ വേറൊരു ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ട്. നമ്മൾ നെയ്യ്, അണ്ടിപ്പരിപ്പ് വറുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് എടുക്കാൻ 1 സ്പൂൺ എടുക്കാൻ പോയതാണ്. ഇതിന്നൊരു ഇച്ചിരി സ്പൂൺ നെയ്യ് എടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഇത് ശ്രദ്ധിക്കണം, തടി പിടിക്കും. ഇതെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇതിനകത്ത് പിന്നെ കുറേ വെള്ളം ഒഴിക്കരുത്. കുറച്ച് നെയ്യ് മതിയോ? മുന്തിരി ഇടുന്നില്ല കേട്ടോ. മുന്തിരി എനിക്ക് ഇന്നലെ തരിയിലിട്ടിട്ട് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പിന്നെ എൻ്റെ മോള് തീരെ ഉണക്കമുന്തിരി തീരെ ഇഷ്ടമല്ലാത്തോളെ ഓള് കഴിക്കലില്ല. ഞാൻ അധികം ഈ സാധനമാണ് ഇവിടെ സ്റ്റോർ ചെയ്യാറ്. ഇപ്പം അതായത് മൂത്തേനി ഇപ്പം അതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഒഴിച്ചു. പരിപാടി കഴിഞ്ഞിട്ടോ. പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതുണ്ടോ, അതിൻ്റെ അരി ഗ്ലാസ് ആയിട്ടില്ല. അത് ഇനി വൈകിട്ട് വരുമ്പം ശരിയാവും. ഇപ്പം ടൈമില്ല. ഇത് ഉണ്ടാക്കുന്ന രീതി കണ്ടല്ലോ എല്ലാവരും. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പഞ്ചസാര ഇട്ടുകൊടുത്തു. ഇത് അടച്ച് വയ്ക്കുക കേട്ടോ. ഇത് അതിൻ്റെ അകത്ത് കിടന്നിട്ട് വേവും. ടൈമില്ലാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ആരും വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൂടിയിട്ട്. ഞാനിത് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ചാൽ ബാക്കി ഗ്ലാസ് ടൈപ്പ് മോഡലിൽ അത് വെന്ത് വന്നോളും. അപ്പോൾ ഞാൻ തീ ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാൽവാഴക്ക ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയറും ചെയ്യൂ കേട്ടോ. ടാറ്റാ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.